CPIM ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഫ്ലക്സ് ബോർഡ് യുവസംരംഭകൻ തന്റെ കടയുടെ മുമ്പിൽ നിന്ന് എടുത്തു മാറ്റി സമീപത്ത് മറ്റൊരിടത്ത് സ്ഥാപിച്ചു. പോലീസിനെ സ്ഥലത്തെത്തിച്ച് CPIM പ്രവർത്തകർ യുവസംരംഭകനെ കൊണ്ട് ഫ്ലക്സ് ബോർഡ് പഴയ സ്ഥാനത്ത് തന്നെ കെട്ടിച്ചു. പത്തനംതിട്ട മെഴുവേലി കുറിയാനിപ്പള്ളിയിലാണ് സംഭവം. ഇമ്മാനുവേൽ വോയിസ് ആൻഡ് ഇവന്റ്സ് എന്ന പേരിൽ സൗണ്ട് സിസ്റ്റം സ്ഥാപനം നടത്തുന്ന ജിൻസൺ സാമിനെ കൊണ്ടാണ് ഫ്ലക്സ് ബോർഡ് തിരികെ കെട്ടിച്ചത്. ജിൻസൺ ഫ്ലക്സ് ബോർഡ് ചുമന്നുകൊണ്ട് വരുമ്പോൾ ഫ്ലക്സ് അഴിച്ചു മാറ്റിയവൻ തന്നെ തിരികെ കെട്ടണമെന്ന് CPIM പ്രവർത്തകരുടെ കമന്റ്. പോലീസും CPIM പ്രവർത്തകരും നോക്കി നിൽക്കെ ജിൻസൺ ഫ്ലക്സ് ബോർഡ് തന്റെ സ്ഥാപനത്തിന് മുന്നിലെ പോസ്റ്റിൽ കെട്ടി. മര്യാദയുള്ള ആളാണെങ്കിൽ തന്റെ കടയ്ക്ക് ഫ്ലക്സ് ബോർഡ് തടസ്സമാണെന്ന് ജിൻസൺ തങ്ങളോട് പറയണമായിരുന്നുവെന്നായി CPIM പ്രവർത്തകർ. മര്യാദയ്ക്ക് കെട്ടിയിട്ട് പോ എന്ന ഭീഷണിയും. ഞങ്ങളോട് പറയണമായിരുന്നു, ഇത് അഴിച്ചു മാറ്റണം, കടയ്ക്ക് ഫ്ലക്സ് ബോർഡ് കിട്ടുന്നതിനിടെ ജിൻസൺ CPIM പ്രവർത്തകരെ ദയനീയമായി നോക്കുന്നുണ്ടായിരുന്നു. എന്തോടെ നോക്കുന്നേ പോട്ടെ, അതിന് അത്രേ ഉള്ള ഒരു വിവരമുള്ളൂ. ഫ്ലക്സ് ബോർഡ് പുനഃസ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഫ്ലക്സ് ബോർഡിന് ചരിവുണ്ടെന്ന് CPIM പ്രവർത്തകർ പറഞ്ഞു. മോന്റെ സ്വന്തം ബോർഡ് വെക്കുന്നത് പോലെ വെച്ചോ എന്ന് ഒരു ഉപദേശവും. മോന്റെ ഒരു സ്വന്തം ബോർഡ് വെക്കുന്ന പോലെ അങ്ങ് വെച്ചു. ഫ്ലക്സ് ബോർഡ് പുനഃസ്ഥാപിച്ച ശേഷം പോലീസ് സുരക്ഷിതമായി ജിൻസനെ സ്ഥലത്തു നിന്നും മാറ്റി. മുദ്രാവാക്യം വിളിയോടെയാണ് CPIM പ്രവർത്തകർ സീൻ അവസാനിപ്പിച്ചത്. ഇനി സംഭവത്തെക്കുറിച്ച് യുവസംരംഭകൻ ജിൻസൺ പറയുന്നത് കൂടി കേൾക്കാം. സൗണ്ട് സിസ്റ്റം ഉപകരണങ്ങളുമായി വരുന്ന വാഹനം തന്റെ കടയുടെ സമീപത്തേക്ക് പ്രവേശിക്കുന്നതിന് CPIMന്റെ ഫ്ലക്സ് ബോർഡ് തടസ്സമായിരുന്നു. ഫ്ലക്സ് ബോർഡ് കീറിയാൽ വലിയ പ്രശ്നമാകും എന്ന് കരുതിയാണ് സമീപത്തെ മറ്റൊരു പോസ്റ്റിലേക്ക് ഫ്ലക്സ് മാറ്റിക്കെട്ടിയത്. ഫ്ലക്സ് ബോർഡ് മറ്റൊരു പുരയിടത്തിൽ കൊണ്ടിട്ടത് താനല്ലെന്നും ജിൻസൺ പറഞ്ഞു. പോലീസുകാരെ ഇൻഫോം ചെയ്തപ്പം പോലീസുകാർ വരികയും അവരെന്നെ വിളിച്ചുകൊണ്ട് പോയി ഇൻഫോം ചെയ്ത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ കെട്ടി വെച്ചിരുന്നിടത്ത് ഫ്ലെക്സ് കാണാനില്ല. അവർ വെച്ച പോലെ തന്നെ ഞാൻ ഫ്ലെക്സ് എടുത്ത് വെച്ചിരുന്നത്. അത് എടുത്ത് അവർ അയ്യത്ത് കളയുകയും അവരെന്നെയും കൊണ്ട് പരസ്യമായിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പരസ്യമായി എന്നെയും കൊണ്ട് വെച്ച് കെട്ടിക്കുകയും ചെയ്തു. മനഃപൂർവ്വം ഇതാക്കാൻ വേണ്ടി തന്നെ എടുത്ത് അയ്യത്ത് കളഞ്ഞിട്ട് എന്നെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുകയും എന്നെ ഉപദ്രവിക്കുകയും ചെയ്തു. ഇപ്പം ഫേസ്ബുക്കിലൊക്കെ കണ്ടു കാണുമായിരിക്കും. ഫേസ്ബുക്കിലും വാട്സപ്പിലെല്ലാം ഇതെന്നെ പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ വെച്ചെടുത്ത് തന്നെ നമുക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വേറൊരു പോസ്റ്റിലെടുത്ത് ഞാൻ വെച്ചിരുന്നു. അത് പക്ഷെ അവരെടുത്ത് തിരിച്ചു വന്നപ്പോൾ സാധനം അവിടെ ഇല്ല. പരസ്യമായി തന്നെ കൊണ്ട് ഫ്ലക്സ് കെട്ടിച്ചതിൽ തനിക്ക് മനോവിഷമമുണ്ട്. അധ്വാനിച്ചാണ് താൻ ജീവിക്കുന്നത്. സമാധാനമായി ജീവിക്കണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. പരാതി കൊടുക്കുന്ന എന്നെ വീഡിയോ എടുത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കേണ്ട ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ. ഞാനൊരു ഫ്ലെക്സ് കണ്ടു. ഇപ്പം പൊതുസമൂഹത്തിൽ നടക്കുന്ന കാര്യം തന്നെയാണ്. അല്ലാതെ ഞാനൊരു ഒരു കോൺഗ്രസ്സുകാരൻ്റെ പാർട്ടിക്കാരനെ ഒന്നുമല്ല. ഞാനൊരു സ്ഥാപനം കൊണ്ട് നടക്കുന്നത്, ഒരു സൗണ്ടിൻ്റെ സ്ഥാപനം കൊണ്ട് നടക്കുന്നത്. എന്നെ ഈ ഉപദ്രവിക്കേണ്ട ഒരു കാര്യമില്ല. എൻ്റെ കടയുടെ ഫ്രണ്ട് ഇരിക്കുന്ന സാധനം ഞാൻ എടുത്ത് മാറ്റി വെച്ചത് മാത്രമേ ഉള്ളൂ. ഈ വലിയ വണ്ടിയൊക്കെ ഒന്ന് കയറുമ്പോൾ എനിക്ക് തടസ്സം, അത് മുട്ടിയിട്ട് കീറിപ്പോട്ടെ, പിന്നെ അതിലും പ്രശ്നമാവും കീറിയെന്ന് പറഞ്ഞുകൊണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ മാറ്റി മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇവർ കയ്യാങ്കളി കൊണ്ട് നടക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മളെ ഉപദ്രവിക്കാൻ വന്ന് വീട്ടിൽ പറഞ്ഞു. എനിക്കൊരു രാഷ്ട്രീയമില്ല. നമുക്ക് എല്ലാവരും എല്ലാം ഒരു ഉള്ളൂ, ജോലി ചോദിക്കുന്നു. അതേസമയം ഫ്ലക്സ് ബോർഡിന്റെ പേരിൽ ഒരു സംഘർഷം ഒഴിവാക്കാനാണ് തങ്ങൾ തന്നെ പോലീസിനെ വിളിച്ചു വരുത്തിയതെന്നും പ്രശ്നം സമാധാനപരമായാണ് പരിഹരിച്ചതെന്നും CPIM നേതൃത്വം വ്യക്തമാക്കി. ഫ്ലക്സ് പഴയ സ്ഥാനത്ത് തന്നെ തിരിച്ചു കെട്ടണം എന്ന് പറഞ്ഞപ്പോൾ ധിക്കാരത്തോടെയാണ് ജിൻസൺ മറുപടി നൽകിയതെന്നും ഇക്കാരണത്താലാണ് പോലീസിനെ വിവരമറിയിച്ച് പോലീസിന്റെ സാന്നിധ്യത്തിൽ പ്രശ്നം പരിഹരിച്ചതെന്നും CPIM നേതൃത്വം അറിയിച്ചു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.